പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയോടെ UDF നേതൃത്വം. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ വിചിത്രവാദവുമായി കോൺഗ്രസ് നേതാക്കൾ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് CPIM ഹൈജാക്ക് ചെയ്തുവെന്ന ആരോപണവുമായി KC വേണുഗോപാൽ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിലുള്ള ആശങ്കയിലാണ് UDF നേതൃത്വം. UDF കേന്ദ്രങ്ങളിൽ പലയിടത്തും ശതമാനത്തിൽ വലിയ കുറവുണ്ടായി. ഇത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. അതേസമയം പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ വിചിത്രവാദമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇതല്ല ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും ഇലക്ഷൻ നടത്തുന്ന ആൾക്ക് അറിയില്ലായിരുന്നോ? വൈകുന്നേരം ഇലക്ഷൻ നീണ്ടുപോകും, വൈകുന്നേരം ക്യൂ ഉണ്ടാവും, രാവിലെ മുതൽ മിഷൻ കേടായിരുന്നു. അപ്പോൾ ഇലക്ട്രൽ ഓഫീസേഴ്സ് പറഞ്ഞു 6 മണിക്ക് വന്നവരെ ക്യൂവിൽ നിർത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നു. അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 6 മണിക്ക് വരും, ക്യൂ ഉണ്ടാകും എന്നറിയുന്നവർ രാവിലെ തന്നെ വിചാരിച്ചാൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഗൗരവതരമായ കാര്യവും കൂടിയാണ്. ഈ വോട്ടെടുപ്പുകൾ താമസം വന്നിരിക്കുന്ന ബൂത്തുകളിൽ ഞാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും തന്നെ സംസാരിച്ചു, എല്ലാ കാൻഡിഡേറ്റ്സിനോടും സംസാരിച്ചു. അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം, ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90% UDF മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. 90% UDF മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇത് കൂട്ടി വായിക്കേണ്ടത് ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്ക് ചെയ്യായിരുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു സ്ഥാനാർത്ഥി ഉന്നയിക്കാത്ത ആരോപണമാണ് പോളിംഗ് ശതമാനം കുറഞ്ഞ ശേഷം ആകെ കണക്കുകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ചില കേന്ദ്രങ്ങളിൽ UDF മികച്ച വോട്ട് കിട്ടേണ്ട മേഖലകളിലാണ് പലയിടത്തും ഈ യന്ത്ര തകരാറുണ്ടാവുകയും ആളുകൾക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തത്. അതൊരു ഘടകമാണ്. എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, പലയിടത്തും അതുണ്ടായി. തന്നെയുമല്ല, ആളുകൾ വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് വോട്ട് ചെയ്യുക, പലരും വന്നില്ല. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമായ കാര്യമല്ലേ? ഭംഗിയായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലവിലുള്ളപ്പോൾ എന്ത് പറ്റി എന്നുള്ളത് അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. തങ്ങളുടെ വോട്ടർമാരെ മുഴുവൻ ബൂത്തിലെത്തിക്കാൻ പ്രവർത്തകർക്കായില്ല എന്ന വിമർശനം പല കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. ചില സ്ഥാനാർത്ഥികൾ ഇത് പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത് തള്ളുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.